ഇപ്പോൾ ഒപ്പമുള്ളത് ശ്രുതിക്കൊപ്പമുള്ളത് ശശീന്ദ്രനാണ്, മുൻ MLA കൂടിയായ ശശീന്ദ്രനാണ്. നിരവധി എല്ലാവരും ഒരുപോലെ ശ്രുതിക്കൊപ്പം നിൽക്കുന്ന ഒരു കൂട്ടത്തിലാണ്. എല്ലാവരും ഒരു കുടുംബത്തിലെ 9 പേർ നഷ്ടപ്പെട്ടു. പ്രതിശ്രുത വരനായ ജെൻസൺ അപകടത്തിൽ, ശ്രുതിക്കൊപ്പമുള്ള അപകടത്തിൽ ജെൻസൺ മരിച്ചു. ഇതോടെ ശ്രുതി തനിച്ചായി. ശ്രുതി ഇപ്പോൾ നിലവിൽ കഴിയുന്നത് ശ്രുതിയുടെ ബന്ധുക്കൾക്കൊപ്പമാണ്, അടുത്ത ബന്ധുക്കൾക്കൊപ്പമാണ്. അതിനിടയിലാണ് ശ്രുതിക്ക് സർക്കാർ സർവീസിൽ ജോലി നൽകുന്നത്. ശ്രുതിയെ സർക്കാർ ചേർത്ത് പിടിക്കുന്നത്. റവന്യൂ വകുപ്പിലാണ് ജോലി. വയനാട് കളക്ടറേറ്റിലാണ് ജോലിയിൽ പ്രവേശിക്കുന്നത്. വയനാട് കളക്ടറേറ്റിൽ ജോലിയിൽ പ്രവേശിക്കുമ്പോൾ അത് ശ്രുതിയുടെ കൂടി താല്പര്യം പരിഗണിച്ചാണ് ആ ജോലി നൽകുകയും ചെയ്യുന്നത്. അങ്ങേയറ്റം ആശ്വാസകരമാണ് ശ്രുതിയെ സംബന്ധിച്ച് ഈ നിമിഷങ്ങളെന്നത് നമുക്ക് അങ്ങനെ തന്നെ പറയാൻ കഴിയും. ആ കളക്ടറേറ്റിലെ ജീവനക്കാരെല്ലാം ഒരുമിച്ച് ചേർന്നാണ് സന്തോഷപൂർവ്വം ശ്രുതിയെ സർവീസിലേക്ക് സ്വീകരിക്കുന്നത്. അങ്ങനെ ഒരു ശ്രുതിയെ സംബന്ധിച്ച് ശ്രുതിയുടെ ജീവിതം വീണ്ടും മുന്നോട്ട് പോകാൻ, അങ്ങനെ കെട്ടിപ്പടുക്കാൻ, കരുപ്പിടിപ്പിക്കാൻ പറ്റുന്ന ഒരു ജോലിയാണ് ശ്രുതിക്ക് സർക്കാർ നൽകിയത്. അത് LD ക്ലർക്ക് എന്ന നിലയിലാണ്. ക്ലർക്കായാണ് റവന്യൂ വകുപ്പിൽ ജോലിയിൽ പ്രവേശിക്കുന്നത്. കഴിഞ്ഞ മാസമാണ് റവന്യൂ വകുപ്പ് നവംബറിലാണ് സംബന്ധിച്ച ശ്രുതിക്ക് ജോലി നൽകുന്നതുമായി ബന്ധപ്പെട്ട ഉത്തരവ് പുറത്തിറക്കുകയും ചെയ്തത്. സർക്കാർ ഇക്കാര്യം പ്രഖ്യാപിക്കും. മുഖ്യമന്ത്രിയും റവന്യൂ മന്ത്രി K രാജൻ ഉൾപ്പെടെയുള്ളവർ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. ഇന്ന് രാവിലെ കളക്ടറേറ്റിലെത്തി വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ശ്രുതിക്കൊപ്പമുണ്ട്. ശ്രുതി അതിൻ്റെ നടപടിക്രമങ്ങൾ, സർട്ടിഫിക്കറ്റ് അടക്കമുള്ള കാര്യങ്ങൾ കൈമാറുന്നു. ഇനി ജോലിയിൽ, അതായത് ഔദ്യോഗികമായി സാക്ഷ്യപത്രങ്ങൾ നൽകുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ശ്രുതിയെ അവർ സ്നേഹപൂർവ്വം സ്വീകരിക്കുകയാണ് അവിടുത്തെ കളക്ടറേറ്റിലെ ജീവനക്കാർ, ഉദ്യോഗസ്ഥർ ചെയ്യുന്നത്. അതിൻ്റെ ദൃശ്യങ്ങൾ കൂടിയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഒപ്പമുള്ളവർ ശ്രുതിയെ അഭിനന്ദിക്കുന്നു. ശ്രുതി സർക്കാർ ഉദ്യോഗസ്ഥയാണ്. ഇനി LD ക്ലർക്കായാണ് നിയമനം. വയനാട് കളക്ടറേറ്റിലാണ് നിയമനം. അങ്ങനെ നിയമനം നേടിയിരിക്കുന്നു. ആ നിയമനം നേടിയതിൻ്റെ ദൃശ്യങ്ങളാണ്, തത്സമയ ദൃശ്യങ്ങൾ, വയനാട് കളക്ടറേറ്റിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുകയും ചെയ്യുന്നത്. നിരവധിയായ രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ശ്രുതിക്ക് ഒപ്പമുണ്ട്. വയനാട് ദുരന്തത്തിലാണ് ശ്രുതിയുടെ ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ടത്. അച്ഛനും അമ്മയും സഹോദരിയും അടങ്ങുന്ന കുടുംബം നഷ്ടപ്പെടുന്നത്. ആ കുടുംബത്തിലെ 9 പേർ മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ നഷ്ടപ്പെട്ടു, ശ്രുതിക്ക് നഷ്ടപ്പെട്ടു. അതിനുശേഷം പ്രതിസുത വരനായ ജെൻസനും അപകടത്തിൽ മരിച്ചു. അത് ശ്രുതിക്ക് അങ്ങേയറ്റം വിഷമമുണ്ടാക്കിയ ഒരു നിമിഷം കൂടിയായിരുന്നു. കാരണം ഇനി കൂടെ ഉണ്ടായിരുന്നത് ജെൻസൺ ആയിരുന്നു, പ്രതിസുതവരനായ ജെൻസൺ ആയിരുന്നു അപകടശേഷം, ദുരന്തശേഷം, മുണ്ടക്കൈ ചുരൽമല ദുരന്തശേഷം കൂടെ ഉണ്ടായിരുന്നത്. അതിന് തൊട്ടു പിന്നാലെ അപകടത്തിൽ ജെൻസൺ കൂടി മരിക്കുമ്പോൾ അങ്ങനെ റവന്യൂ വകുപ്പാണ് ആ ജോലി നൽകാനുള്ള തീരുമാനമെടുത്തത്. മുഖ്യമന്ത്രിയും ഒപ്പം മന്ത്രി K രാജനും റവന്യൂ മന്ത്രിയും അടക്കം ഇക്കാര്യം ശ്രുതിക്ക് ജോലി നൽകും എന്ന കാര്യം പ്രഖ്യാപിക്കുകയും ചെയ്തു. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ റവന്യൂ വകുപ്പ് ഉത്തരവിറക്കി. ശ്രുതിയുടെ വിദ്യാഭ്യാസ യോഗ്യത കൂടി പരിഗണിച്ചാണ് റവന്യൂ വകുപ്പിൽ ജോലി നൽകുന്നത്. ആ റവന്യൂ വകുപ്പിൽ ജോലി നൽകാനുള്ള കാരണം, അങ്ങനെ ആ ജോലിയിലാണ് ഇന്ന് ശ്രുതി പ്രവേശിക്കുകയും ചെയ്യുന്നത്. എല്ലാവരും ആ ജോലിയിൽ പ്രവേശിച്ചു. ഒപ്പമുള്ളവർ, ഉദ്യോഗസ്ഥരടക്കം ശ്രുതിയെ സ്വീകരിക്കുകയും ചെയ്തു. ഒപ്പമുള്ളവർ, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ ശ്രുതിയെ അഭിനന്ദിക്കുകയും ചെയ്യുന്നു. അതിൻ്റെ ദൃശ്യങ്ങൾ കൂടിയാണ് നമ്മൾ കാണുന്നത്. വയനാട് കളക്ടറേറ്റിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. അപകടത്തിൽ, ഈ ജിൻസനൊപ്പമുള്ള അപകടത്തിൽ, വാഹനാപകടത്തിൽ ശ്രുതിക്കും പരിക്കേറ്റിരുന്നു. അപകടത്തിൽ 2 കാലിലും ശ്രുതിക്ക് കാര്യമായ രീതിയിൽ പരിക്കേറ്റു. അതിനുശേഷമാണ് ശ്രുതി കൽപ്പറ്റയിൽ ശ്രുതിയുടെ അടുത്ത ബന്ധുക്കൾക്കൊപ്പമാണ് കഴിയുന്നത്. അതിനിടയിലാണ് സർക്കാർ ജോലി നൽകാൻ തീരുമാനിച്ചത്. അങ്ങനെ ജോലി നൽകുമ്പോൾ ആ ജോലിയിൽ പ്രവേശിച്ചതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടതും. ഇപ്പോൾ നമ്മൾ കാണുന്നത് ശ്രുതി ജോലിക്ക് വേണ്ടി കളക്ടറേറ്റിലേക്ക് എത്തുന്ന ദൃശ്യങ്ങളാണ്. അതിനുശേഷം ജോലിയിൽ പ്രവേശിച്ചു. ജോലിയിൽ ഉദ്യോഗസ്ഥർ സ്വീകരിച്ചു. അതിൻ്റെ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി. ശ്രുതി ഇനി സർക്കാർ ഉദ്യോഗസ്ഥയാണ്, റവന്യൂ വകുപ്പിലെ ഉദ്യോഗസ്ഥയാണ്. വയനാട് കളക്ടറേറ്റിലാണ് ശ്രുതി ജോലി ചെയ്യുന്നത്. ശ്രുതിക്കിപ്പോഴും ഈ കാല് ഒടിഞ്ഞതിനാൽ, അല്ലെങ്കിൽ അപകടത്തിന്റെ വേദനയിൽ നിന്നും ശ്രുതി പൂർണ്ണമായും കരകയറിയിട്ടില്ല. പക്ഷേ മനസ്സിന്റെ വേദന മാറ്റാൻ
എല്ലാവരും ശ്രുതിയെ ചേർത്ത് പിടിക്കുകയാണ്. ശ്രുതിയുടെ പ്രതികരണം കാത്തിരിക്കുന്നു മാധ്യമങ്ങൾ. കുടുംബത്തിലെ 9 പേരെ നഷ്ടപ്പെട്ടു. പിന്നീട് വിവാഹം കഴിക്കാനിരുന്ന ആളെയും നഷ്ടപ്പെടുന്നു. ദുരന്തങ്ങൾ തുടർച്ചയായി വേട്ടയാടുകയായിരുന്നു ശ്രുതിയെ. ഔദ്യോഗികമായിട്ട്